Hi everybody, welcome to a new session of our CUTUG English. Today we will be talking about antonyms and synonyms and contextual vocabularies as well. So in this session, we will try to understand what does it mean to be a synonym and what does it mean to be an antonym and everything. നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഒരു സിനോണിം, എന്താണ് ഒരു ആന്റണിം, അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതിൻ്റെ കുറച്ച് നുവാൻസസ്, കുറച്ച് ടെക്നിക്കാലിറ്റീസ് നമുക്ക് നോക്കാം. ആൻഡ് വിത്ത് ദാറ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Alright, and this is going to be an easy session. I hope it is going to be very understandable for you guys. So, in the screen and share and then we can start the discussion based on these questions and the slides I've made. Alright. അപ്പോൾ പൊതുവെ സിനോണിംസ് ആൻഡ് ആന്റണിംസ് എന്ന് പറയുമ്പം ഒരു വേർഡ്സിൻ്റെ മീനിങ്സ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദാറ്റ് ഇസ് ദ മെയിൻ how do I say main intention here. Alright. I hope that everybody can see my screen and I'll start presenting here now. Alright. So, yes. So, ഇന്ന് നമ്മൾ നോക്കുന്നത് സിനോണിംസ് ആൻഡ് ആന്റണിംസ് ആണ്. ആൻഡ് പൊതുവെ സിനോണിം ആൻഡ് ആന്റണിംസ് എന്ന് പറയുമ്പോൾ അത് ലൈക്ക് നിയർലി സെയിം മീനിങ്സ് ഷെയർ ചെയ്യുന്ന വേർഡ്സിന് പറയുന്ന പേരാണ് സിനോണിംസ് എന്ന് പറയുന്നത്, ആസ് ഐ ഹവ് റിട്ടൺ ഹിയർ. ഓൾറൈറ്റ്, സിമിലർ ഐഡിയാസ് എല്ലാ സമയത്തും തരും. ആൻഡ് ഓൺ കോൺട്രാക്ട്സ് ആന്റണിംസ് എന്ന് പറയുന്ന സമയത്ത് ആൻറ്റി വൈറസ്, ആസ് ഐ ഹവ് എക്സ്പ്ലെയിൻ ഇൻ ദ പ്രീവിയസ് സെഷൻ, ആൻറ്റി വൈറസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഓപ്പോസിറ്റ് മീനിങ് കൊടുക്കുന്ന വേർഡ്സിനെ പറയുന്ന പേരാണ് ആന്റണിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മെയിൻ ഗോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ക്ലാരിറ്റി കിട്ടുക, എസ്പെഷ്യലി റീഡിങ് കോംപ്രിഹെൻഷൻ്റെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർലി ദ സെയിം മീനിങ് ആൻഡ് the words those expresses similar ideas, അങ്ങനെയാണ് വരുന്നത്. ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിനോണിംസിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനോണിംസ് ഉപയോഗിച്ചിട്ട് ലാംഗ്വേജസിൽ വരുന്ന റെപ്പിറ്റേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ, ഒരു സർട്ടൺ നുവാൻസസ്, നമ്മൾ നല്ല സട്ടിൽ എന്ന് പറയുന്ന വേർഡ് ഒരു സിനോണിമാണ് നുവാൻസ്ഡ് എന്ന് പറയുന്ന വേറൊരു വേർഡായിട്ട് വരുന്നത്. അപ്പോൾ വളരെ ലിറ്റിൽ ആയിട്ടുള്ള ഡിഫറൻസസ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചും ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഹാപ്പിനെസ്, ബീങ് ഹാപ്പി എന്ന് പറയുന്ന വേർഡിന് പല ഡിഫറെൻറ്റ് സിനോണിംസ് ഉണ്ട്. ബീങ് ഇലേറ്റഡ്, ബീങ് ചീർഫുൾ ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഇതെല്ലാം വേരിയിങ് ഡിഗ്രിയിലുള്ള ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ സെയിം മീനിങ് വരുന്ന പക്ഷേ സട്ടിലി ചെറിയ ചേഞ്ചസ് ഉണ്ടാവുന്ന മീനിങ്സിനെ കൺവേ ചെയ്യാൻ നമുക്ക് സിനോണിംസ് ഉപയോഗിക്കാം. Alright, and in these examples, right, happy and joyful, ഈ രണ്ട് വേർഡ്സും സിനോണിംസ് ആണ് ഈച്ച് അതർ, റൈറ്റ്. ഹാപ്പി എന്ന് പറയുന്ന സെയിം മീനിങ് ആണ് ജോയ്ഫുൾ ഉള്ളത്, ജോയ്ഫുൾ എന്ന് പറയുന്ന സെയിം മീനിങ് ആണ് ഹാപ്പിക്കും ഉള്ളത്. പക്ഷേ ഹാപ്പി എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് രണ്ടും കൺവേ ചെയ്യുന്നത് പ്ലഷർ ഒരു കണ്ടെയ്ൻമെന്റ് ആയിരിക്കും. ലൈക്ക് ഒരു സുഖമോ അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു ഹാപ്പി ഫീലിംഗ് ആയിരിക്കും ഇത് കൺവേ ചെയ്യുന്നത്, റൈറ്റ്. ആൻഡ് ഇതിന് ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസസ് വരുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറൈറ്റ്. ആൻഡ് ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്ന വേർഡ് പറയുന്ന സമയത്ത് നമുക്ക് അത് റീപ്ലേസ് ചെയ്യാം. അതിൻ്റെ സിനോണിംസ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് എസ്റ്റ്യൂട്ട് അല്ലെങ്കിൽ ബ്രൈറ്റ്. ഇപ്പോൾ ചില സമയത്ത് ടീച്ചേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആൻസറിന് ദാറ്റ് വാസ് എൻ എസ്റ്റ്യൂട്ട് ആൻസർ എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം, റൈറ്റ്. ആൻഡ് ബ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിമിലർ മീനിങ് ആണ് വരുന്നത്. ബ്രൈറ്റ്, ഹീസ് എ ബ്രൈറ്റ് സ്റ്റുഡൻറ്റ്, റൈറ്റ്, ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയാം. അപ്പോൾ സ്റ്റുഡൻറ്റ് ബ്രൈറ്റിന് വേരിയിങ് ഡിഫറൻസ് ഓഫ് മീനിങ്സ് വരുന്നുണ്ട്. പക്ഷേ ഇൻ്റലിജൻറ്റ് അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചും ചെറിയ കോണ്ടെക്സ്റ്റുവൽ നുവാൻസസ് വരുന്നുണ്ട്, അതിനനുസരിച്ചാണ് മാറാറുള്ളത്. Alright, and each synonyms, however, may carry a slight difference in connotation. It actually enriches the languages. നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ഡിഫറൻസ്, സ്ലൈറ്റ് ഡിഫറൻസ് സിനോണിംസ് കാണിക്കും. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയും കൂടാണ്ട് ലാംഗ്വേജ് എൻറിച്ച് ആവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിനോണിംസിൻ്റെ മെയിൻ ഗോൾസ് എന്ന് പറഞ്ഞാൽ അതാണ്. Alright, I hope that is understandable for you, a lot of you guys. Alright, and let's go to the antonym section now. ഇപ്പോൾ ആന്റണിംസിൽ പൊതുവെ പറയുന്നത്, ആസ് ഐ ഹവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ്, ഓപ്പോസിറ്റ് മീനിങ്സ് ആണ് കാണിക്കാറുള്ളത്, right. And in the case of explanation for it, it actually emphasizes contrast. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക സാധാരണ. സോ ഒരു ഐഡിയ ക്ലാരിഫൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള അധികം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും, റൈറ്റ്. സോ ഫോർ എക്സാമ്പിൾ, ഒരു മീനിങ്സിൻ്റെ ഫുൾ സ്പെക്ട്രം ഇവിടെ എഴുതിയിട്ടുള്ള പോലെ ഫുൾ സ്പെക്ട്രം ഓഫ് മീനിങ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എതിർ മീനിങ്ങും മനസ്സിലാവേണ്ടിയിട്ടുള്ള ആവശ്യകതയുണ്ട്, റൈറ്റ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആന്റണിംസ് ആൻഡ് സിനോണിംസ് ഓഫ് എ സെയിം വേർഡ് വുഡ് മേക്ക് യു capable of understanding the varying the full spectrum of meaning that the word has, right.
ഫോർ എക്സാമ്പിൾ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, ശുഭാപ്തി വിശ്വാസം. വി ഡിസ്കസ് ദിസ് വേർഡ് ഇൻ ദ പ്രീവിയസ് സെഷൻ. ആൻഡ് പെസിമിസ്റ്റിക് ഇസ് വെൽ, റൈറ്റ്. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്ന വേർഡിന്റെ ആന്റണിമാണ് പെസിമിസ്റ്റിക്. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് എന്താണോ ആ ഒരു സൂസൈഡൽ അല്ലെങ്കിൽ വളരെ സാഡ് ആയിട്ടുള്ള ആ ഫീലിംഗ്, അതാണ് അതിന്റെ ആന്റണിമായിട്ട് വരുന്നത്. പെസിമിസ്റ്റിക് ആണ് ഓപ്റ്റിമിസ്റ്റിന്റെ ആന്റണിമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഔട്ട്ലുക്സ് ആണ്, റൈറ്റ്. ആൻഡ് റോബസ്റ്റ് ആൻഡ് ഫീബിൾ, റൈറ്റ്. റോബസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം, ആ ഒരു ക്വാളിറ്റി എന്തിലോട്ടാണ് കൊടുക്കുന്നത് അവിടെ ഒരു മീനിങ് വരുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആൻഡ് സ്റ്റേഡി ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് വരുന്നത്. ഫീബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മീക്ക് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഫീബിൾ ഓബ്വിയസ്ലി ഇസ് ആന്റണിം ഓഫ് ദ വേർഡ് റോബസ്റ്റ്, റൈറ്റ്. അപ്പോൾ ഇത് ക്ലിയർലി ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്ട്രെങ്ത്. ലൈക്ക് ഇവിടെ സ്ട്രെങ്ത് അഗെയിൻസ്റ്റ് വീക്ക്നെസ്, ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള മീനിങ് വരുന്ന സമയത്ത് ഇപ്പോൾ റോബസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു സ്റ്റേഡിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, റൈറ്റ്. ഫീബിൾ അതിന്റെ ആന്റണിം ആണെന്ന് പറയുമ്പോൾ ഫീബിളിന്റെ അർത്ഥം നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഇസ് സോഫ്റ്റ് ആൻഡ് മീക്ക് ആൻഡ് വീക്ക്നെസ് ആൻഡ് സച്ച്, റൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രാക്ട്സ് വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ക്ലാരിറ്റി കിട്ടും പല വേർഡ്സിന്റെ മീനിങ്സും. സോ ദീസ് ആർ ദ മെയിൻ പർപ്പസസ് ഓഫ് ആന്റണിംസ് ആൻഡ് സിനോണിംസ്. Right. And these opposites are not only important for precise communication but also for critical reading and comprehension. ഇപ്പോൾ CUT UG ഇംഗ്ലീഷ് പേപ്പറിൽ പൊതുവെ കണ്ടുവരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ്, റൈറ്റ്. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ആന്റണിംസും സിനോണിംസും അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനും കഴിയും. ക്രിട്ടിക്കൽ റീഡിങ്ങിനും അത് ഹെൽപ്പ് ചെയ്യും. So that is the main purpose of antonyms and synonyms. Alright. And the next one. ഇപ്പോൾ നമുക്ക് റോൾസ്, സിനോണിംസ് ആൻഡ് ആന്റണിംസ് ഇൻ എ ലാംഗ്വേജ്, ഒരു ഭാഷയിൽ എങ്ങനെയാണ് സിനോണിംസും ആന്റണിംസും അത് എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം, റൈറ്റ്. വൊക്കാബുലറി എൻറിച്ച്മെന്റ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂസിങ് സിനോണിംസ് ആൻഡ് ആന്റണിംസ്, റൈറ്റ്, എഫക്റ്റീവ്ലി ബ്രോഡൻസ് ദ എക്സ്പ്രസീവ് റേഞ്ച് ഓഫ് ലാംഗ്വേജ്. ഇപ്പോൾ ഒരു ലാംഗ്വേജിൽ ഇപ്പോൾ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഇപ്പോൾ ഹാപ്പിനെസ്സിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹാപ്പിനെസ് മാത്രം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജ് വളരെ റിപ്പറ്റേറ്റീവും വളരെ ബോറിംഗും ആയിട്ട് മാറും. But with the use of other synonyms, we can have varying kinds of expressions for the same emotion, that is happiness, right. അതുപോലെ തന്നെ കുറച്ചുകൂടി കോൺട്രാസ്റ്റും കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആന്റണിംസ് ഉപയോഗിക്കാം, റൈറ്റ്. ഒരു ഡൈനാമിക് നേച്ചർ ഓഫ് ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിനോണിംസും ആന്റണിംസും കുറച്ചും കൂടി നന്നായിട്ട് ഉപയോഗിക്കാം. സോ ദാറ്റ് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദീസ് കാറ്റഗറി ഓഫ് വേർഡ്സ് വി ഹാവ്. ആൻഡ് അഗൈൻ എൻഹാൻസ് കോംപ്രഹെൻഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്സ് ഓഫ് വേർഡ്സ് അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പല ബുക്കുകളും ടെക്സ്റ്റുകളും പെട്ടെന്ന് മനസ്സിലാക്കാനും ആൻഡ് ആനലൈസ് ചെയ്യാനും, ഇപ്പോൾ എസ്പെഷ്യലി കോണ്ടെക്സ്റ്റുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനും എന്താണ് സംഭവിക്കുന്നത്, എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സിനോണിംസും ആന്റണിംസും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, റൈറ്റ്. സോ ദീസ് ആർ ദ മെയിൻ റോൾസ് ഓഫ് സിനോണിംസ് ആൻഡ് ആന്റണിംസ് ഇൻ എ ലാംഗ്വേജ്. ഓൾറൈറ്റ്. And when we talk about the context, like I'll give you some examples, contextual applications, right. ഇപ്പോൾ ഈ ഒരു സിനോണിംസും ആന്റണിംസും ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം, കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ കോണ്ടെക്സ്റ്റുവൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓൾറൈറ്റ്. ഇപ്പോൾ ലിറ്ററേച്ചറിൽ പൊതുവെ ലൈക്ക് എവറിഡേ കോൺവെർസേഷൻസിൽ നമുക്ക് നോക്കാം, ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സിനോണിംസ് നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീപ്ലേസിങ് റിപ്പറ്റേറ്റീവ് വേർഡ്സ് ഫോർ മോർ വിവിഡ് ഓൾട്ടർനേറ്റീവ്സ്. കുറച്ചും കൂടി വിവിഡ് ആയിട്ട്, കുറച്ചും കൂടി ഇമാജിനേറ്റീവ് ആയിട്ട്, കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിനോണിംസ് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാപ്പിനെസ് എന്ന് പറയുന്ന വേർഡിനെ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന പകരമായിട്ട് നമുക്ക് ഇലേറ്റഡ്, ജോയ്ഫുൾ, കോണ്ടന്റ് എന്നൊക്കെ ഉപയോഗിക്കാം ടു കൺവേ വേരിയഡ് ഡിഗ്രീസ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ ഇലേറ്റഡും ജോയ്ഫുള്ളും കോണ്ടന്റും ഒക്കെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഹാപ്പിനെസ് ആണ് അവിടെ കാണിക്കുന്നത്, റൈറ്റ്. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമുക്ക് റെക്കഗ്നൈസിങ് ദ മെറ്റിക്കുലസ്, റൈറ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് മെറ്റിക്കുലസ് എന്ന് പറയുന്ന വേർഡിന്റെ ഒരു ആന്റണിം നോക്കാം ഇവിടെ. ഇപ്പോൾ മെറ്റിക്കുലസ് എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിട്ട്, വളരെ എല്ലാ ഡീറ്റെയിൽസും ലൈക്ക് 1 to 100 എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്തിട്ട് വളരെ 100% എഫേർട്ട് കൊടുത്തിട്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്, റൈറ്റ്. അപ്പോൾ അതിന്റെ ആന്റണിം നോക്കുന്ന സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് വേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് ആ ഓപ്പോസിറ്റ് വേർഡ് ആയിരിക്കും കെയർലെസ് എന്ന് പറയുന്ന വേർഡ്, റൈറ്റ്. അപ്പോൾ ഹിയർ മെറ്റിക്കുലസിന്റെ ആന്റണിംസ് കെയർലെസ് ആയിട്ട് വരുന്നു. അപ്പോൾ അത് റീഡേഴ്സിന്റെ മൈൻഡിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഓഫ് പെർസെപ്ഷൻ ഓഫ് ദീസ് വേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ മീനിങ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു കോൺട്രാസ്റ്റ്, ആ ഒരു ഡിഫറൻസസ്, അതിന്റെ എതിരായിട്ടുള്ള മീനിങ് മനസ്സിലാകുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ ഇതായിരിക്കും, ഇങ്ങനെ പറഞ്ഞാൽ അതായിരിക്കും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ വരുന്നു. അപ്പോൾ അതാണ് മെയിൻ പർപ്പസ് ഓഫ് ആന്റണിം ആൻഡ് സിനോണിംസ്. ഓൾറൈറ്റ്.
And ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് ആക്ച്വലി ഇലസ്ട്രേറ്റ് പ്രാക്ടിക്കൽ യൂസേജ് ഓഫ് ദീസ് വൊക്കാബുലറി ടൂൾസ് ഇൻ എൻഹാൻസിങ് ക്ലാരിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നിങ്ങൾ സംസാരിക്കുന്ന സമയത്തും വായിക്കുന്ന സമയത്തും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിഫറെൻറ്റ് സിനോണിംസ് ആൻഡ് ആൻറ്റണിംസ് നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഈസി ആയിട്ട് പല വേർഡ്സിൻ്റെയും മീനിങ്സും കോണ്ടെക്സ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ മെയിൻ purpose of these category of words, as I've already explained. Alright, and let's go to the next slide now. That is some sample questions for practice right now. Alright, so yesterday നമ്മൾ ഈ വേർഡ് നോക്കിയായിരുന്നു, പക്ഷെ മെയിൻ ക്വസ്റ്റനിൽ ഈ ഒരു വേർഡ് വന്നില്ല. ഇതൊരു സബ് കാറ്റഗറി ആയിട്ട് പല ബഞ്ച് ഓഫ് ഓപ്ഷൻസിൽ വന്നായിരുന്നു. സോ നമുക്ക് ലൊക്കേഷ്യസ് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിം കണ്ടെത്താം. റൈറ്റ്, ഇപ്പോൾ ഗെറാലിയസ് ഇസ് എ സിനോണിം ഓഫ് ലൊക്കേഷ്യസ്. ഇപ്പോൾ ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ വെരി ലൊക്കേഷ്യസ് പേഴ്സൺ. എക്സസീവ്ലി ടോക്ക് ചെയ്യുക, കുറേ ആവശ്യമില്ലാണ്ട് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്, ദാറ്റ് ഈസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ഇറ്റ്. അപ്പോൾ ലൊക്കേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ്ലി സംസാരിക്കുക, എക്സസീവ്ലി ടോക്കറ്റീവ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ലൊക്കേഷ്യസ്, ഗെറേലിയസ്. അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന സമയത്ത് ഈ OUS എന്നുള്ള എൻഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ, നോട്ട് ഓൾ ദ ടൈം ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇങ്ങനെ ഒരു എൻഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഏത് ക്വാളിറ്റിയാണ് അവിടെ പറയുന്നത് അതിൻ്റെ എക്സസ് ആയിരിക്കാനാവും ചാൻസസ്. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻസിൽ ഇങ്ങനെ ഒരു OUS വരുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂന്നുണ്ടെങ്കിൽ അതിൻ്റെ സിനോണിം, അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ എൻഡിൽ OUS എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി ദ ആൻസർ ഹാസ് ടു ബി ദ ആൻസർ വിത്ത് OUS ഇൻ ദ എൻഡ്. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റീഡ് ആൻഡ് സ്പ്ലിറ്റ് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇറ്റ്. റൈറ്റ്, അപ്പോൾ പല മെത്തേഡ്സും ടിപ്സും എൻഡിൽ സംസാരിക്കാം. അപ്പോൾ അഗൈൻ സിനോണിംസിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് കുറേ സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും, കാരണം സിമിലർ മീനിങ്സ് ആണല്ലോ. റൈറ്റ്, അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് യു വുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇപ്പോൾ ലൊക്കേഷ്യസ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം വളരെ ടോക്കറ്റീവായിട്ട് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്, വളരെ കൂടുതൽ ആവശ്യത്തിലധികം സംസാരിക്കുക എന്നാണ് ലൊക്കേഷ്യസ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ആ സിമിലർ മീനിങ് ആണ് ഗെറേലിയസ് എന്ന് പറയുന്ന വേർഡിന് വരുന്നത്. റൈറ്റ്, അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ നോക്കുക, മൈറ്റ് ബി കമ്മിങ് ഇൻ ദി എക്സാംസ്. റൈറ്റ്, now let's look at antonyms, right? അപ്പോൾ ആന്റണിംസിന് ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റിക്കുലസ്. റൈറ്റ്, ഐഡന്റിഫൈ ദ ആന്റണിം ഫോർ മെറ്റിക്കുലസ്. ഇപ്പം നേരത്തെ പറഞ്ഞു കെയർലെസ് ആണ് മെറ്റിക്കുലസിന്റെ ആന്റണിം എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ വിച്ച് മീൻസ് ഷോയിങ് ഗ്രേറ്റ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഇപ്പം മെറ്റിക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ, അതിന്റെ ആന്റണിം ആണ് കെയർലെസ്. ഇങ്ങനെ നോക്കാണ്ട് ലൈക്ക് ഒരു കെയർ കൊടുക്കാണ്ട് കെയർലെസ് ആയിട്ട് നടക്കുക, ദാറ്റ് ഇസ് ദ മീനിങ്. റൈറ്റ്, അപ്പോൾ ഇത്തരത്തിൽ ആന്റണിംസിന്റെ മീനിങ്സ് വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ യു വുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് മെറ്റിക്കുലസ് ഇൻ എ more detailed way. You would never mistake the meaning of meticulous anymore if you know the meaning of its antonyms. Right, so that is like how do I say proper meaning in this case. And that's about it. ഇനി നമുക്ക് കുറച്ച് കോണ്ടെക്സ്റ്റൽ nuances നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനോണിം തന്നെ പല ഡിഫറെൻറ്റ് വേരിയിങ് ഡിഗ്രി ഓഫ് മീനിങ്സ് അതിലുണ്ടായിരിക്കും. റൈറ്റ്, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഹാപ്പിനെസ്സിന് ഹാപ്പി എന്ന് പറയുന്ന വേർഡിന് ജോയ്ഫുൾ, ചീർഫുൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുപോലെ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് മീനിങ്സ് എങ്ങനെയാണ് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുക, കുറച്ചുകൂടി എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, എങ്ങനെയായിരിക്കും ആ നുവാൻസസ്, സട്ടിൽ ഡിഫറൻസസ് എന്താണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ ഒരു വേർഡ് ഉണ്ട്, കോൾഡ് വേഴ്സസ് ഫ്രിജിഡ്. റൈറ്റ്, അപ്പോൾ വൈൽ കോൾഡ് ആൻഡ് ഫ്രിജിഡ് ക്യാൻ ബി സിനോണിമസ് ഇൻ ഡിസ്ക്രൈബിംഗ് ടെമ്പറേച്ചർ, cold might be used for emotional detachment, whereas frigid often intensifies that emotion in a more dramatic way. Right, ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കോൾഡും ഫ്രിജിഡും ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് കോൾഡ് തണുപ്പ്, റൈറ്റ്, ഫ്രിജിഡ് ഇസ് ഓൾസോ ലോ ടെമ്പറേച്ചർ എന്നാണ് അതിൻ്റെ ഡിറക്റ്റ് മീനിങ് വരുന്നത്. പക്ഷേ ഹി ആക്റ്റഡ് വെരി കോൾഡ് ടു മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വളരെ കോൾഡായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി ഡിറ്റാച്ച് ആവുക, കുറച്ച് ഒരു ഇമോഷണലി കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാം എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. റൈറ്റ്, അതാണ് ഒരു പ്രിസീവ്ഡ് മീനിങ് നമുക്ക് കിട്ടുന്നത്. റൈറ്റ്, ഇപ്പോൾ കോൾഡിന്റെ സിനോണിം ആണ് ഫ്രിജിഡ്. അപ്പോൾ അതിന്റെ മീനിങ്സിന് എങ്ങനെയാണ് ഡിഫറെൻറ്റ്, അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചായിരിക്കും ആ ഒരു നുവാൻസിൽ ഡിഫറൻസസ് വരാറുള്ളത്. ഇപ്പോൾ ഫ്രിജിഡ് എന്ന് പറയുമ്പം ഈ ഒരു സെയിം സംഭവം തന്നെ കുറച്ചുകൂടി ഡ്രമാറ്റിക് ആയിട്ട് കുറച്ചുകൂടി ഫോർമൽ ആയിട്ട് മാറുക. ലൈക്ക് ഹിസ് ഫ്രിജിഡ് ബിഹേവിയർ വാസ് വെരി റൂഡ് എന്ന് വേണ്ടി നമുക്ക് പറയാം. ഇപ്പോൾ ഫ്രിജിഡ് ആൻഡ് കോൾഡ് ആർ വെരി സിമിലർ ഇൻ മീനിങ്സ്, ബട്ട് സംടൈംസ് അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ് ഇറ്റ് ക്യാൻ ചേഞ്ച്. അതുകൊണ്ട് തന്നെ ചില കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ചില പ്രോപ്പർ സിനോണിംസ് ഉപയോഗിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഇൻ ടെക്നിക്കൽ വേസ് ബോത്ത് എക്സാമ്പിൾസ് സിമിലർ ആൻഡ് ഓൾസോ വെരി റൈറ്റ് ഇൻ ബോത്ത് സിറ്റുവേഷൻസ്. പക്ഷേ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ചില സമയത്ത് മീനിങ്സിന് സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
Right, so this is the meaning difference. Cold and frigid are very similar, but then again, very slight difference in the way it is used. Alright, frigid is more professional and dramatic way, and cold is more of a general way to say that emotional detachment. Alright, that is the meaning here. And the next one, courageous and valiant. Right, so courageous and valiant, ഇത് സിമിലർ മീനിങ് ഓൾറെഡി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കറേജിയസ് എന്ന് പറഞ്ഞാൽ വളരെ ബ്രേവറി, വളരെ ധൈര്യശാലി എന്നൊക്കെയാണ് വരുന്നത്. റൈറ്റ്, ഇപ്പോൾ ബോത്ത് വേർഡ് ഡിസ്ക്രൈബ് ബ്രേവറി. കറേജിയസ് ഇസ് ഓഫൻ യൂസ്ഡ് ടു റെഫർ ടു എവറിഡേ ആക്ട്സ് ഓഫ് ബ്രേവറി ആൻഡ് ഡിറ്റർമിനേഷൻ, whereas valiant conveys a sense of heroic and noble effort, typically in the face of overwhelming odds. സോ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കറേജസ് എന്നുള്ള വേർഡ് കോമൺ ആയിട്ട് നമുക്ക് എവറിഡേ ലൈഫിലും അല്ലെങ്കിൽ എവറിഡേ ആക്ട്സിലും കാണിക്കുന്ന ധൈര്യത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് കറേജസ്. ഷീ ഈസ് കറേജസ്, ഹീ ഈസ് കറേജസ് ടു ദാറ്റ്. റൈറ്റ്, പക്ഷേ വാലിയന്റ് എന്ന് പറയുമ്പം അതിന് സിമിലർ മീനിങ് ആണ്. ധൈര്യം എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും വാലിയന്റ് എന്ന് പറയുമ്പോൾ കൺവേസ് എ സെൻസ് ഓഫ് ഹീറോയിക് ആൻഡ് നോബിൾ എഫേർട്ട്. റൈറ്റ്, വളരെ ഒരു കുറച്ചും കൂടി ഗോഡ്ലി അല്ലെങ്കിൽ കുറച്ചും കൂടി ഇപ്പോൾ വളരെ നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് പറയുന്ന ഓഡ്സിനെ മറികടന്ന് കാര്യങ്ങൾ ചെയ്യുക. ടിപ്പിക്കലായിട്ടുള്ള വളരെ ഹീറോയിക് ആയിട്ടുള്ള ആക്ഷൻസിനൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു രീതിയിലുള്ള ധൈര്യശാലി, ആ ഒരു ധൈര്യത്തെയാണ് വാലിയന്റ് എന്ന് പറയാം. ബ്രേവറി എന്ന് പറയുമ്പോൾ കറേജസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി റെഗുലർ ആയിട്ടുള്ള ബ്രേവറി, ആൻഡ് വാലിയന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കുറച്ചും കൂടി ഹയർ ടിയർ ആയിട്ടുള്ള ബ്രേവറി ഇൻ എ ഹീറോയിക് ആൻഡ് നോബിൾ വേ. ദാറ്റ് ഈസ് ദ മീനിങ്. ഇപ്പോൾ വാലിയന്റ് കുറെ ഓൾഡ് മിത്തോളജിയിലൊക്കെ വാലിയന്റ് വാരിയർ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. അവരുടെ വാലിയന്റ് ആയിട്ടുള്ള ആക്ഷൻസ് കാരണം ആ കിങ്ഡം ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. റൈറ്റ്, ഇപ്പോൾ വാലിയന്റ് ആക്ഷൻസ് ഓഫ് ദ വാരിയേഴ്സ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ് ഇസ് എ വെരി ഫെമിലിയർ വേർഡ്സ് ഫോർ എ ലോട്ട് ഓഫ് ഹിസ്റ്ററി പീപ്പിൾ. So I hope you guys understood that differences there. And another one, we have difficult and arduous. Right, difficult and arduous. Let's look into it. But both words indicate that something is challenging. However, difficult is a general term used to describe any task that is not easy, while arduous implies that the task is not only hard but also requires prolonged effort and perseverance. Right, and often with an element of hardship. ഇപ്പോൾ ഇവിടെ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, ജനറൽ ടേമിൽ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന അർത്ഥമാണ് അത് വരുന്നത്. ആർജുവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ്, പക്ഷേ അത് കുറച്ചും കൂടി കുറേ സമയത്ത് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിഫിക്കൽട്ടി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കുറച്ചുകൂടി പരിശ്രമം ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ആർജുവസ്. കുറച്ചും കൂടി ഹയർ ടിയർ ഓഫ് ഡിഫിക്കൽട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദാറ്റ്സ് ദ മീനിങ് ഹിയർ. ഓൾറൈറ്റ്, നമുക്ക് വേറെ 3 വേർഡ്സ് നോക്കാം. ആൻഡ് ദാറ്റ് ആർ സൈലന്റ് വേഴ്സസ് മ്യൂട്ട്. റൈറ്റ്, ഇപ്പോൾ സൈലന്റ് മ്യൂട്ടും അവിടെ ശബ്ദം ഇല്ലാത്തൊരവസ്ഥ, ആബ്സെൻസ് ഓഫ് സൗണ്ട് ആണ് ഇവിടെ പറയുന്നത്. റൈറ്റ്, പക്ഷെ സൈലന്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ബ്രോഡർ ടേം ഫോർ ദാറ്റ് മേ ഇംപ്ലൈ എ കാം പീസ്ഫുൾ ക്വയറ്റ്. വളരെ സൈലന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയാറുണ്ട് ആളുകൾ. അപ്പോൾ അതിന് അർത്ഥം വരുന്നത് ഇറ്റ്സ് വെരി സൈലന്റ്, ഐ എം ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബിക്കോസ് ദ സൈലന്റ് അറ്റ്മോസ്ഫിയർ ഇൻ മൈ ക്ലാസ് റൂം. റൈറ്റ്, ഈ രീതിയിൽ നമുക്ക് പറയാം. അവിടെ സൈലന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രോഡർ ആയിട്ടുള്ള ടേം ആണ്. അത് കാമോ അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്തെ കുറിച്ചോ അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് സൗണ്ടിനെ കുറിച്ചോ ആണ് അവിടെ പറയുന്നത്. പക്ഷെ മ്യൂട്ട് എന്നുള്ള വേർഡ് പറയുന്ന സമയത്ത് അവിടെ ശബ്ദം ഇല്ലായ്മ, എക്സാക്ട്ലി സ്പെസിഫിക് ആയിട്ട് ശബ്ദം ഇല്ലായ്മയെ കുറിച്ച് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ മ്യൂട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇനബിലിറ്റി ആണ് കാണിക്കുന്നത്, അവരുടെ അൺവില്ലിങ്നെസ് ടു സ്പീക്ക്. അവർ സംസാരിക്കാതിരിക്കുന്നതോ അവർക്ക് സംസാരിക്കാൻ കഴിയാതിരിക്കുന്നതോ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു കൊണ്ട് ഒരു വസ്തുവിനെ നമ്മൾ ഇപ്പം റിമോട്ട് ഉപയോഗിച്ചിട്ട് TV മ്യൂട്ട് ചെയ്യാന്നൊക്കെ പറയുള്ളൂ. ആ രീതിയിലുള്ള ഒരു ഇനബിലിറ്റി കാണിക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഒരാള് അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടാക്കുന്ന ശബ്ദം enable ആക്കുക അല്ലെങ്കിൽ able ആക്കുക. ദാറ്റ്സ് ദ ഇനബിലിറ്റി ആൻഡ് എബിലിറ്റി. ദാറ്റ് ഇസ് ദ മീനിങ് ഹിയർ. ഓൾറൈറ്റ്, മ്യൂട്ട് ആൻഡ് സൈലന്റ് അതിന്റെ മീനിങ്സ് സിമിലർ ആണ് ഇൻ സിനോണിം കോണ്ടെക്സ്റ്റ്, പക്ഷേ ഇൻ ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഇറ്റ് ചേഞ്ചസ്. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഹിയർ. Alright, and the next one, happy versus joyful. So the word happy is a common everyday term that expresses a general state of pleasure or contentment. And joyful is often used to describe a deeper, more exuberant level of happiness. So ഇവിടെ ഹാപ്പി എന്ന് പറയുമ്പോൾ അഗൈൻ എവറിഡേ ടേം ഓഫ് എക്സ്പ്രഷൻ ആണ്. ജനറൽ സ്റ്റേറ്റ് ഓഫ് പ്ലഷർ, ഒരു സുഖത്തെ അല്ലെങ്കിൽ ഒരു കംപ്ലീഷനെ പറയുന്ന ഒരു ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് ഹാപ്പിനെസ്, ഹാപ്പി എന്ന് പറയുന്ന വേർഡ്. പക്ഷെ ജോയ്ഫുൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് ഹാപ്പിനെസ്, കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടും കുറച്ചും കൂടി എക്സ്പ്രസീവ് ആയിട്ടുള്ള ഹാപ്പിനെസ്സിനെ പറയുന്ന പേരാണ് ജോയ്ഫുൾ.
റൈറ്റ്. ആൻഡ് ജോയ്ഫുൾ പൊതുവെ ഉപയോഗിക്കാറുള്ള ചില സെലിബ്രേറ്ററി മൊമെന്റ്സിലും അല്ലെങ്കിൽ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസിലൊക്കെയാണ് നമ്മൾ ഈ വേർഡ് ജോയ്ഫുൾ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാറുള്ളത്. ഹാപ്പി കോൺട്രാസ്റ്റിംഗ് ടു ഇറ്റ് വളരെ ജനറൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ്. ഐ ഫീൽ സോ ഹാപ്പി ആഫ്റ്റർ ടോക്കിംഗ് ടു ദിസ് പേഴ്സൺ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ജോയ്ഫുൾ ഇസ് മോർ യൂസ്ഡ് ഇൻ സെലിബ്രേറ്ററി അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലായിരിക്കും ഉപയോഗിക്കാറുള്ളത്. Alright, and the next one, calm versus serene. Right. ഇപ്പോൾ കാം വേഴ്സസ് സെറീൻ ഇവിടെ നോക്കുന്ന സമയത്ത് രണ്ടും ഉദ്ദേശിക്കുന്നത് സമാധാനത്തെ കുറിച്ചിട്ടാണ്. ലൈക്ക് കാം ആയിട്ട് ഇരിക്കുക, സമാധാനമായിട്ട് ഇരിക്കുക. ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്ന വേർഡിനെ കുറിച്ചിട്ടാണ്. ട്രാങ്ക്വിലിറ്റി, ഐ തിങ്ക് ഗൈസ് മൈറ്റ് ബി ഫെമിലിയർ വിത്ത് ദ ഫേമസ് കോട്ട് ഓഫ് വേർഡ്സ്വർത്ത്. Poetry is the overflow of strong emotions in tranquility and such, right? Tranquility എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ കാമിന്റെയും സെറീന്റെയും ഒരു ബേസിക് അർത്ഥം എന്ന് പറയുന്നത് ട്രാങ്ക്വിലിറ്റി തന്നെയാണ്, സമാധാനം അല്ലെങ്കിൽ ഒരു പീസ്ഫുൾനെസ് എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. പക്ഷെ കാം എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി സ്റ്റേറ്റ് ഓഫ് പീസ്ഫുൾനെസ്, ഒരു ലാക്ക് ഓഫ് ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലാത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു ടെമ്പററി സ്റ്റേറ്റ് ഓഫ്, അത്ര പെർമനന്റ് അല്ല, പക്ഷെ ഒരു ടെമ്പററി സ്റ്റേറ്റ് ഓഫ് പീസ്ഫുൾനെസ്, ഒരു സമാധാനം കിട്ടുക എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷെ സെറീൻ എന്ന് പറയുമ്പോൾ അത് ടിപ്പിക്കലി സമാധാനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ കുറച്ചും കൂടി ഒരു ഡീപ്പർ ആയിട്ടുള്ള ലെവൽ ഓഫ് സമാധാനം. ആൻഡ് വിത്ത് ദാറ്റ് മോർ എൻഡ്യൂറിംഗ് സെൻസ് ഓഫ് പീസ് ആൻഡ് കമ്പോഷർ. കുറച്ചും കൂടിയും യു വുഡ് ഫീൽ ലൈക്ക് യുവർ ഇൻ മോർ പീസ് ആൻഡ് സച്ച്. എസ്പെഷ്യലി സെറീൻ എന്നുള്ള വാക്ക് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഒരു മെജസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി, അല്ലെങ്കിൽ വലിയൊരു പാലസ്, വലിയൊരു ബംഗ്ലാവ്, ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ആകെ അന്തം വിട്ടൊരു ലൈക്ക് വി വുഡ് ഫീൽ വെരി സെറീൻ ആൻഡ് കാം ആൻഡ് പീസ്ഫുൾ, റൈറ്റ്? അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലാണ് കൂടുതലും സെറീൻ ആയിട്ടുള്ള ആറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സെറീൻ ആയിട്ടുള്ള ബ്യൂട്ടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻസിലാണ് സെറീൻ ഉപയോഗിക്കാറുള്ളത്. ഓൾറൈറ്റ്, സോ ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ്. And some examples നോക്കാം നമുക്ക്. Courageous, as we already talked about, courageousന്റെ synonyms ആണ് valiant, bold, intrepid. Right? ഇതെല്ലാം ഡിഫറെന്റ് വേരിയിങ് ഡിഗ്രീസ് ഓഫ് മീനിങ്സ് ആണ്. സെയിം മീനിങ്സ് ആണ്, പക്ഷെ വേരിയിങ് ഡിഫറെന്റ് ഓഫ് ഡിഗ്രീസ് ഒക്കെ വരുന്നുണ്ട്. റൈറ്റ്? ഇപ്പോൾ ഈ വേർഡ്സ് ഒക്കെ ബ്രേവറിനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷേ എല്ലാതും സട്ടിൽ ആയിട്ടുള്ള ന്യൂവാൻസസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇന്റർപ്രേറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഫെയർലെസ്നെസ് ആണ്, ഒരു ഡേഞ്ചറിന്റെ മുന്നിലുണ്ടാകുന്ന ഫെയർലെസ്നെസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ വാലന്റ് എന്ന് പറയുമ്പോൾ ഒരു ഹീറോയിക് കോണറ്റേഷൻ ആണ്, എന്തെങ്കിലും വലിയൊരു ഹീറോയിക് ആയിട്ടുള്ള വാർ ജയിച്ചാലൊക്കെ ഉള്ള ഒരു ബ്രേവറി, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. റാപ്പിഡ് എന്ന് പറയുമ്പോൾ ആ വേർഡിന്റെ സിനിമയായിട്ട് വരുന്ന സ്വിഫ്റ്റ്, ബ്രിസ്ക്, ക്വിക്ക്, ഈ വേർഡ്സ് ഒക്കെ ഡിഫറെന്റ് വേരിയിങ് മീനിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാനുള്ളത്, all indicate speed, swift may be used in more poetic context, while brisk suggests efficiency and liveliness. Right? So here ഇവിടെ എന്താ പറയുക, സ്വിഫ്റ്റ് എന്ന് പറയുന്ന വേർഡ് ചില സമയങ്ങളിൽ നമ്മൾ പോംസിൽ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ബ്രിസ്ക് എന്ന് പറയുമ്പോൾ ബ്രിസ്ക്ഡ് ആയിട്ടുള്ള ഹി ബ്രിസ്ക്ഡ് ഇറ്റ് എന്നൊക്കെ ടെക്നിക്കൽ ആയിട്ട് കുറച്ചും കൂടി ലൈക്ക് ലൈവ്ലിനെസ് യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ബ്രിസ്ക് എന്ന് പറയുന്നത്. സെയിം മീനിങ്സ് ആണ്, പക്ഷേ ഇറ്റ് വേരീസ് ഇൻ ദ വേ വി യൂസ് ഇറ്റ്. ദ സ്ലൈറ്റ് ഡിഫറൻസസ് ഇൻ മീനിങ് സംടൈംസ് ക്യാൻ മാറ്റർ എ ലോട്ട് as well, but then again it doesn't significantly change anything. That's the context here. Alright, and eloquent, right? Eloquent means that we talked about this word in the previous session, that is articulation or talking in a professional, very good manner, persuasive talking or expressive talking. അപ്പോൾ ഇതിനെല്ലാം ചെറിയ വേരിയിങ് ഡിഫറെന്റ് മീനിങ്സ് അഗൈൻ വരുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം പറയുന്നത് ഒരു ഫ്ലുവൻറ്റ് സ്പീച്ചിനെ കുറിച്ചോ ആർട്ടിക്കുലേറ്റീവ് ആയിട്ടുള്ള സ്പീച്ചിനെ കുറിച്ചുമാണ്. ആൻഡ് ആർട്ടിക്കുലേറ്റ് എന്ന് പറയുമ്പോൾ ക്ലാരിറ്റിയാണ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആവുന്നത്. പെർസുവേസീവ് എന്ന് പറയുമ്പോൾ എങ്ങനെ ആളുകൾ ആ ടോക്ക് ഉപയോഗിച്ചിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എക്സ്പ്രസീവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ള സ്ലൈറ്റ് ഡിഫറൻസ് ഓഫ് മീനിങ്സ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു കോർ മീനിങ് സെയിം ആണ്, ദ വേ ദ പേഴ്സൺ ഇസ് സ്പീക്കിംഗ്. പക്ഷേ ആർട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽസും പെർസുവേസീവ് ഇൻഫ്ലുവൻസും എക്സ്പ്രസീവ് ആകുമ്പോൾ ആ ഇമോഷൻസ് എങ്ങനെയാണ് അങ്ങോട്ട് കൺവേ ആവുന്നതും ആണ് അവിടെ വരുന്നത്. ഓൾറൈറ്റ്, ആൻഡ് in the case of antonyms, right? Antonymsൽ generous എന്നുള്ള വേർഡിന് ആന്റണിം എന്തായിരിക്കും? ജനറസ് എന്നാൽ കുറച്ചും കൂടിയും കൈൻഡ് ആയിട്ട് കുറേ ഒരാൾ കൊടുക്കുന്ന ഒരാൾ, ആ രീതിയിലാണ് അർത്ഥം വരുന്നത്, റൈറ്റ്? അതിൻ്റെ ആന്റണിം ആയിട്ട് വരുന്ന സമയത്ത് സ്റ്റിഞ്ചി, മിസർലി, ടൈറ്റ് ഫിസ്റ്റഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ആന്റണിംസ് ഒരു സ്പെക്ട്രം ഓഫ് മീനിങ്സ് നമുക്ക് തരികയാണ്. ലൈക്ക്
ജനറസിന്റെ മീനിങ് അറിയില്ല എന്ന് വിചാരിച്ചു. അപ്പൊ അതിന് ആന്റണിംസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആന്റണിംസിന്റെ മീനിങ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അതിന്റെ ജനറസിന്റെ മീനിങ് ഉറപ്പായിട്ടും കിട്ടും. ഈ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അപ്രോച്ച് ചെയ്യാം. അല്ലേ? ഇപ്പോൾ സ്പെക്ട്രം ഓഫ് മീനിങ്സ് നമുക്ക് കിട്ടും. ആൻഡ് ഫ്രം സിംപ്ലി നോട്ട് ഗിവിംഗ് ഇനഫ് ടു ബി ഓവർലി സെൽഫിഷ് വിത്ത് റിസോഴ്സസ് എന്നുള്ളൊരു അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ട് അതിന്. ആൻഡ് റോബസ്റ്റിന്റെ ആന്റണിം നോക്കുന്ന സമയത്ത് ഇറ്റ് കുഡ് ബി ഫീബിൾ ആസ് വി ഡിസ്കസ് പ്രീവിയസ്ലി, or fragile or weak. Right? While robust implies strength and durability, fragile suggests vulnerability, feeble implies lack of strength, and weak is more general. Weak കുറച്ച് ജനറൽ ആയിട്ടുള്ള വേർഡാണ്. ഫീബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സ്ട്രെങ്ത് ആണ്. വൾണറബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കുറച്ചും കൂടി വൾണറബിൾ ഒരു പാവത്താണ്, അല്ലെങ്കിൽ അറ്റാക്സിന് വൾണറബിൾ ആണെന്ന് പറയുമല്ലോ. ദാറ്റ്സ് ദ മീനിങ് ഹിയർ. റൈറ്റ്? Fragility, vulnerability are a synonym here, so that is the differences of meaning when we talk about the antonyms in the case of other things. Right? And innovative എന്ന് പറയുന്ന വേർഡിന്റെ antonyms ആണ് conventional, unimaginative, traditional. ഇപ്പോൾ innovative എന്ന് പറയുമ്പോൾ ഒരു പുതിയ കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, പുതിയൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. റൈറ്റ്? ഇപ്പോൾ കൺവെൻഷണൽ, അൺഇമാജിനേറ്റീവ്, ട്രഡീഷണൽ. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അൺഇമാജിനേറ്റീവ് ആയിട്ട്. ഇപ്പോൾ ഇന്നോവേറ്റീവ് എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്യുക. അൺഇമാജിനേറ്റീവ് പറയുമ്പോൾ പുതിയ ഒരു ഇമാജിനേറ്റീവ് അല്ലാത്ത, അല്ലെങ്കിൽ തീരെ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത രീതിയിൽ വിചാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മീനിങ് ആയിട്ട് വരുന്നത്. കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു സൊസൈറ്റിയുടെ ഒരു പോക്ക്, അല്ലെങ്കിൽ കൺവെൻഷനലായിട്ട് വളരെ എല്ലാവരും ചെയ്യുന്ന കൺവെൻഷണൽ മൂവി, കൺവെൻഷണൽ സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അറിയുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഓഫ് സൊസൈറ്റൽ സ്റ്റാൻസസ് ഒക്കെ വരുന്ന ഒരു കാര്യമാണ് കൺവെൻഷണൽ പറയുന്നത്. അപ്പോൾ ഇന്നോവേറ്റീവ് സജസ്റ്റ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. റൈറ്റ്? ഇൻ കോൺട്രാസ്റ്റ്, കൺവെൻഷണൽ ആൻഡ് ട്രഡീഷണൽ ഇംപ്ലൈ അഡ്ഹറൻസ് ടു എസ്റ്റാബ്ലിഷ്ഡ് മെത്തേഡ്സ്. ഇപ്പോൾ സൊസൈറ്റിയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് അതിനോടുള്ള അഡ്ഹറൻസ് ആണ് കാണിക്കുന്നത്. ആൻഡ് അൺഇമാജിനേറ്റീവ് ഡിനോട്ട്സ് എ ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി ആസ് വെൽ. So that is the explanation of these words. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആന്റണിംസ് എക്സ്പ്ലെയിൻ ചെയ്തു, ആൻഡ് സിനോണിംസ് എക്സ്പ്ലെയിൻ ചെയ്തു, ആൻഡ് എസ്പെഷ്യലി നമ്മൾ കോണ്ടെക്സ്റ്റുവൽ നുവാൻസസ് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ കോണ്ടെക്സ്റ്റുവൽ നുവാൻസസിലാണ് നമ്മൾ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചായിരിക്കും ചില സമയത്ത് അതിൻ്റെ സ്ലൈറ്റ് മീനിങ് ഓഫ് ചേഞ്ചസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. CUT UG ഇംഗ്ലീഷ് പേപ്പറിൽ അധികം ഇത്തരത്തിലുള്ള കോണ്ടെക്സ്റ്റുവൽ നുവാൻസസ് വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറവാണ്. പക്ഷേ ഇത് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മീനിങ്സ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫൈൻഡ് ചെയ്യാൻ പറ്റും, ഡീസൈഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വേർഡിൻ്റെ സിനോണിമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ആന്റണിം അറിയാം. അപ്പോൾ ആ വേർഡിൻ്റെ മീനിങ് അറിയത്തില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ നോക്കിയിട്ടോ, അല്ലെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. സോ ഇറ്റ്സ് വെരി മച്ച് ഓഫ് എ how do I say that? It's a fun task to find all of these questions. And ഇതിൻ്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വിച്ച് ഹാസ് സിനോണിംസ് ആൻഡ് ആന്റണിംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു നോട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെറിയ ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും you guys have to check that out and do those questions as well. And I'm showing you that if you were to follow all those questions and practice such similar questions, I'm very sure you would be able to answer a lot of these synonym and antonym questions. അപ്പോൾ ഈ പാർട്ട് 1 ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ആൻഡ് കോണ്ടെക്സ്റ്റൽ വൊക്കാബുലറീസ് ആയിട്ട് നെക്സ്റ്റ് പാർട്ട് 2 ഓഫ് ദിസ് സെഷൻ വരുന്നുണ്ട്. ആൻഡ് ദെൻ വി കുഡ് ഹാവ് എ പ്രോപ്പർ ഡിസ്കഷൻ ഓൺ the rest of the topic as well. Alright, I hope you guys understood this synonym and antonym properly, and if you have any questions, do let me know. I'll try to clear it in the next live session. Alright, thank you guys so much for watching.